ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു കുക്കറും 10 മിനിറ്റും മാത്രം മതി നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കാനുണ്ട്. ഒരു അറബിക് മസാലയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 10 ഗ്രാമ്പൂ, 3 ഏലക്കായി, ഒരു കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂണ് ജീരകം, 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു 5ഓ 6ഓ വറ്റൽമുളകും 1 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്ക് 2 ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അറബിക് മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് 3 ചെറിയ തക്കാളി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ നമുക്കിതാ ഒരു മാഗി ക്യൂബ് കൂടി വേണം. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാനൊരു ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആണ് വേണ്ടത്. ചിക്കൻ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഈ ചിക്കനിലേക്ക് മസാലയിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ ചിക്കൻ എടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഞാൻ 4 ഗ്ലാസ് അരിൻ്റെ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അരിപ്പയിൽ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ഒറ്റൊരു വിസിൽ അടുപ്പിച്ചിട്ട് അതിൻ്റെ എയർ മൊത്തം പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുഹൂദിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബിരിയാണി മന്തിയൊന്നും ഉണ്ടാക്കുന്ന അത്രയൊന്നും പണിയില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.